പുറത്ത് ഈ 42-43 ഡിഗ്രി ചൂടുള്ള സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് AC കട്ട് ഓഫ് ആവുന്നു, വണ്ടി ഓവർ ഹീറ്റ്, ഫാമിലി കാറിൻ്റെ ഉള്ളിൽ അന്നേരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണോ വലുത്? അതിന് പകരം വെള്ളം ഒഴിച്ചിട്ട് മൊത്തം തുരുമ്പ് പിടിച്ച് ചെളി ആയി. കണ്ടല്ലോ ഇതിനകത്തൊക്കെ വരുന്ന ചെളി എന്തുമാത്രമാണെന്നുള്ളത്. ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ലാസ്റ്റ് ഇട്ട വീഡിയോ ഞാൻ ഇതേ കംപ്ലൈൻറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കേട്ടെ. കൂളൻറ്റിന് പകരം വെള്ളം ഒഴിച്ച് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ അടുത്ത വണ്ടി കണ്ടല്ലോ തെർമോസ്റ്റാറ്റ് ഹൗസിങ്ങിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. കൂളൻറ്റിന് പകരം വെള്ളം ഒഴിച്ചിട്ട് മൊത്തം തുരുമ്പ് പിടിച്ച് ചെളി ആയി അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൗസിങ് എന്തായാലും മാറ്റണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂളിംഗ് സിസ്റ്റത്തിലെ കംപ്ലീറ്റ് പൈപ്പുകൾ മാറേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. കണ്ടല്ലോ ഇതിനകത്തൊക്കെ വരുന്ന ചെളി എന്തുമാത്രമാണെന്നുള്ളത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും റേഡിയേറ്ററിൽ ആരോ മണ്ണ് വാരിയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിങ്ങനെ ആയെന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇനി അടുത്ത പൈപ്പിൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. ഓരോരോ പൈപ്പായിട്ട് അഴിച്ചിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൈപ്പിനകത്തും ചെളി കണ്ടല്ലോ എന്തുമാത്രം ഉള്ളതെന്നുള്ളത്. കംപ്ലീറ്റ് ചെളി അടിഞ്ഞുകൂടി കട്ട പിടിച്ചിരിപ്പാണ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി ഏതും ആയിക്കോട്ടെ, കൂളൻറ്റിന് പകരം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് വെള്ളം എടുത്ത് ഒഴിക്കരുത്. അതേപോലെ തെർമോസ്റ്റാറ്റ് വാൾവ് പല വർക്ക്ഷോപ്പുകളിൽ നിന്നും ആൾക്കാർ പറയുന്നത് കേൾക്കാം, അതാ തെർമോസ്റ്റാറ്റ് വാൾവ് അങ്ങ് ക്യാൻസൽ ചെയ്ത് വിട്ടാൽ മതി, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക. അതെന്താണെന്ന് ചോദിച്ചാൽ അത് പലർക്കും അനുഭവം കിട്ടിയിട്ടുണ്ടാവും. കാരണം പുറത്ത് 42 ഡിഗ്രി 43 ഡിഗ്രി ഒക്കെ ചൂടാണ്. ആ സമയത്ത് പ്രോപ്പറായിട്ടുള്ള കൂളിങ് നടക്കില്ല തെർമോസ്റ്റാറ്റ് ക്യാൻസൽ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ. തെർമോസ്റ്റാറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവുന്ന ഉടനെ തന്നെ വണ്ടീനെ വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കുക, അതേപോലെ തന്നെ ഓവർ ഹീറ്റ് ആവുന്നതിനെ തടയുക. ഈ ഒരു 2 കാര്യങ്ങളാണ് തെർമോസ്റ്റാറ്റ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾ കസ്റ്റമറുടെ അടുത്ത് കൂളിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും വർക്കുകളൊക്കെ എടുത്ത് കഴിയുമ്പം കൂളൻ്റ് ഒഴിക്കണം എന്ന് പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ആ 2 രൂപേൻ്റെ കൂളൻ്റ് കിട്ടുമല്ലോ ലോക്കൽ, അത് വാങ്ങി ഒഴിച്ചാൽ മതി എന്നാണ് സാധാരണ പറയാറ്. അപ്പോൾ ലോക്കൽ കൂളൻ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, ചെയ്യുന്ന അബദ്ധമാണ്. കൂളൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കളറ് കലക്കി വിടുന്ന വെള്ളങ്ങളാണ് 1 ദിനാറും 2 ദിനാറൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ അതിനുള്ളിലൊക്കെ എന്തുമാത്രം കെമിക്കൽ ഫോർമുലാസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. നിങ്ങൾ ഒഴിക്കുമ്പോൾ കുറച്ച് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല കൂളൻ്റുകൾ വാങ്ങി ഒഴിക്കുക. ചിലപ്പോൾ ഒരു 1-2 ദിനാർ അധികം ഉണ്ടായിരിക്കും വരുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ പുറത്ത് ഈ 42-43 ഡിഗ്രി ചൂടുള്ള സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് AC കട്ട് ഓഫ് ആവുന്നു, വണ്ടി ഓവർ ഹീറ്റ് ആവുന്നു, വിത്ത് ഫാമിലി കാറിൻ്റെ ഉള്ളിൽ അന്നേരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണോ വലുത്, ഇപ്പോൾ ഈ കൊടുക്കുന്ന 2 ദിനാറാണോ വലുത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഒരിക്കൽ കൂടി എല്ലാവരും ശ്രദ്ധിക്കുക, കൂളൻറ്റിന് പകരം വെള്ളം ഒഴിക്കരുത്. ഇതിപ്പോൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഈ ഒരു ഹൗസിങ് ഇത്രമാത്രം ഇത് ദ്രവിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ എഞ്ചിൻ്റെ മുകളിലുള്ള ഹെഡ് എന്തുമാത്രം പോയിട്ടുണ്ടെന്നുള്ളത് ഇനി അഴിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പം ചില കേസുകളിലൊക്കെ നമുക്കറിയാം, ഹെഡ് അഴിച്ച് കഴിയുമ്പം പലതും സൈഡിലെ വാളുകളൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഹെഡടക്കം മാറ്റേണ്ടി വരുന്നൊരവസ്ഥ വരെ വരാറുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പറയണത്, ഇപ്പോൾ കാണിക്കുന്ന ചെറിയൊരു അശ്രദ്ധ വലിയൊരു നഷ്ടം വരുത്തി വെക്കും. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.